നമസ്കാരം. വളരെ അറുപ്പുള്ള, പരാമർശിക്കാൻ മനസ്സ് മടിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഇന്നലെ മുഴുവനും ഞാൻ ഇരുന്ന് ആലോചിച്ച് ഈ പ്രശ്നം മാത്രം, ഈ സംഭവം മാത്രം ഒഴിവാക്കണം, ഒരു വിധത്തിലും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യരുത് എന്ന് ദിവസം മുഴുവനും രാത്രി മുഴുവനും വ്യക്തമായി ചിന്തിച്ച് ഉറച്ച് ഇരുന്ന ശേഷം ഇന്ന് രാവിലെ വീണ്ടും തുരുതുര ഇതിനെപ്പറ്റി അനേകം വീഡിയോകൾ പൊന്തി വന്നുകൊണ്ടേ ഇരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഇത് തീരെ ഒഴിവാക്കുന്നത് നീതിയാകയില്ല എന്ന ഒരു നേരിയ ബോധ്യത്തിൽ ഞാൻ എൻ്റെ തീരുമാനം മാറ്റുകയാണ്. ഈ സംഭവം, അതായത് ഷിംജിത എന്ന് പറയുന്ന യൂട്യൂബർ, അവർ പൊതുജനവുമായി പങ്കിട്ട വീഡിയോയുടെ നാണക്കേട് സഹിക്കാൻ വയ്യാതെ പൊതുസമ്മതനായ, എല്ലാവരാലും സ്നേഹിക്കപ്പെട്ട, ആർക്കും ഒരു തെറ്റായ അഭിപ്രായവും ഇല്ലാതിരുന്ന ദീപക് എന്ന ഒരു യുവാവ്, ഒരപ്പൻ്റെയും ഒരു അമ്മയുടെയും ഏക അത്താണി, ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം. ഇതിനെപ്പറ്റി എന്തുകൊണ്ട് ഞാൻ മൗനം പാലിക്കണമെന്ന് വിചാരിച്ചുവെന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ. ഇന്ന് കേരളത്തിൽ ആളുകൾക്ക് പ്രധാനമായും കേൾക്കേണ്ടത് ഇപ്രകാരമുള്ള സംഭവത്തെ പറ്റിയാണ്. സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത് പോലെയാണ്. അതിനൊരു ഫോർമുല വേണം. അല്പം ലൈംഗികം വേണം, കുറച്ച് അക്രമം വേണം, ടുഷും വേണം. പിന്നെ ഒക്കുമെങ്കിൽ നായകനും നായികയും ഒന്നിൽ മലച്ചെരുവിൽ കിടന്നുരുണ്ട് താഴോട്ട് വന്ന് പാട്ട് പാടണം, അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് വൃക്ഷത്തിന് ചുറ്റും കിടന്ന് കറങ്ങണം. പണ്ട് കാളയൊക്കെ മരത്തിന് ചുറ്റും കെട്ടി അത് കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത് പോലെ നായകൻ കറങ്ങണം. ഇതൊരു ഫോർമുലയാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാനൊക്കത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അക്രമം, ക്രൈം, വയലൻസ്. അപ്പം ഇങ്ങനെ ഒരു ധാരണ, ഒരു പ്രത്യാശ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ബോക്സ് ഓഫീസ് വിജയിക്കത്തുള്ളൂ എന്ന താല്പര്യം. അതുപോലെ തന്നെ യൂട്യൂബിൽ ഒന്ന് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യണം. അതിൽ മാത്രമേ ഭാവിയുള്ളൂ, റീച്ചുള്ളൂ. റീച്ച് എന്ന് പറഞ്ഞാൽ വരുമാനം എന്ന് വിചാരിച്ചാണ്. ഇതാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ സങ്കല്പം. സത്യം പറഞ്ഞാൽ ഇന്ന് കേരള സമൂഹത്തിൻ്റെ മതം ലൈംഗികമാണ്. കേരളത്തിൽ നിന്ന് ഒറ്റ മതമേ ഉള്ളൂ, എൻ്റെ പേര് ലൈംഗികം എന്നാണ്. ഇത് നാം മനസ്സിലാക്കണം. അത് ലൈംഗികം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായതുമല്ല, ഏറ്റവും ചീഞ്ഞു നാറി, ഏറ്റവും മോശമായ, അതിൽ അക്രമവും വഞ്ചനയും ചതിയും ക്രൂരതയും മൃഗീയതയും എല്ലാം കലർത്തി അങ്ങ് പരമകോടിയിൽ കൊണ്ടാക്കിയിട്ട് വേണം വിളമ്പി മലയാളിയുടെ വായിലിട്ടിട്ട് കൊടുക്കുക. ഇത് ഭീകരമായ ഒരവസ്ഥയാണ് എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ മനസ്സില്ലാ മനസ്സോടെ ഈ ഒരു സംഭവം ഒന്ന് സ്പർശിക്കുവാൻ, കൈകൊണ്ടല്ല തോട്ടി കൊണ്ട്, ദൂരെ മാറി നിന്ന് തോട്ടി കൊണ്ട് മാത്രം ഒന്ന് സ്പർശിക്കാൻ ഇടയാകും. നിങ്ങൾ ഇത് സംബന്ധമായി 100 കണക്കിന് വീഡിയോകൾ കണ്ടു കാണും, അല്ലെങ്കിൽ കാണാൻ സാധ്യമാണ്, യൂട്യൂബിലുണ്ട്. ഇതിലൊന്നിൽ പോലും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിലൊന്നിൽ പോലും ഈ സംഭവത്തിൻ്റെയോ ഇതിൽ സമാനമായ മറ്റ് സംഭവങ്ങളുടെയോ യഥാർത്ഥ പൊരുൾ എന്താണെന്ന് ആരും നിങ്ങളോട് പറയുകയില്ല. കാരണം ഒരു സമൂഹ എന്ന നിലയിൽ കേരളത്തിലെ ജനത യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യം
ഈ ഒളിച്ചോട്ടത്തിൽ നിന്ന്, ഈ പലായനത്തിൽ നിന്ന് മടങ്ങി വന്ന് യാഥാർത്ഥ്യബോധമുള്ളവരായി മനുഷ്യത്വത്തിൻ്റെ അന്തസ്സിൽ ജീവിപ്പാൻ നമുക്കൊരു താല്പര്യമുള്ളിൽ വല്ല വിധേനയും ജനിപ്പിച്ച് എടുക്കണം. അതിൻ്റെ ഒരു ചെറിയ സംഭാവന എന്ന നിലയിൽ കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി ആദ്യമായി ഇപ്പോഴുള്ള ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വീഡിയോകളുടെ പ്രധാനപ്പെട്ട സ്വഭാവം, ഈ യൂട്യൂബറായ സ്ത്രീയെ, ഷിംജിത എന്നാണെന്ന് ആ പേര്, അവരെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെയാണ്. അവർ ചെയ്ത കാര്യത്തെ ഞാൻ അല്പം പോലും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. അവർ കേരള ജനതയെ, അവരുടെ മനഃശാസ്ത്രത്തെ, അവരുടെ അഭിരുചികളെ നന്നേ തിരിച്ചറിയുന്നവരാണ്. ഇപ്പോൾ കേരളത്തിൽ സാമൂഹ്യ മാധ്യമം ഒരു ഉപഭോക്തൃ വസ്തുവായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിക്ക് ഏറ്റവും ആസ്വാദ്യകരമായത് എന്താണ് എന്ന് അവർക്കറിയാം. അതവരങ്ങ് വിളമ്പി തന്നു, അത്രയേ ഉള്ളൂ. അത് സംശയിക്കാൻ യാതൊരു വഴിയുമില്ല. കാരണം അവരിട്ട ഈ തെമ്മാടിത്തരത്തിൻ്റെ വീഡിയോ ഇല്ലേ, അതിന് മണിക്കൂറുകൾക്കുള്ളിൽ 27 ലക്ഷം കാഴ്ചക്കാരുണ്ടായി, 27 lakh വ്യൂവേഴ്സ്. ആ വീഡിയോ ഇട്ടതിനിപ്പോൾ അവരെ ആക്രമിക്കുന്ന, അവരുടെ നേരെ അട്ടഹസിക്കുന്ന, അവരെ തേജോവധം ചെയ്യാൻ തുടങ്ങിത്തിരിച്ചിരിക്കുന്ന ധാർമ്മിക ബോധത്തിൻ്റെ മോറൽ പോലീസുകാരായിട്ടുള്ള ആളുകൾ, അവരെല്ലാം ഇങ്ങനെയുള്ള വിഭവങ്ങൾ മാത്രം ആസ്വദിക്കാനായി കാത്തിരിക്കുന്നവരാണ്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ ആ സ്ത്രീ അങ്ങനെ ചെയ്തത്. അല്ലാതെ ആ സ്ത്രീക്ക് ദീപകിനെ കൊല്ലണമെന്ന് വല്ല താല്പര്യമുണ്ടായിരുന്നു? ദീപക് ഇങ്ങനെ ആത്മഹത്യ ചെയ്യും എന്നതിനെപ്പറ്റി എന്തെങ്കിലും ബോധം അവർക്കുണ്ടായിരുന്നു? അവരുടെ ബോധമനുസരിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അതൊരു തെറ്റല്ല. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ, ഞാനൊരു വീഡിയോ യൂട്യൂബ് നടത്തുന്നു, അല്ല എനിക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്, അതിൻ്റെ റീച്ച് കൂട്ടിയാൽ മാത്രമേ എനിക്ക് വേണ്ട വരുമാനം സുനിശ്ചിതമാകത്തുള്ളൂ. അതെൻ്റെ ആവശ്യമാണ്. ഇപ്പം ഞാനൊരു കച്ചവടം ആരംഭിക്കുന്നു, ഞാനൊരു കാപ്പിക്കട നടത്തുന്നു. ഇന്ന സ്ഥലത്താണ് കാപ്പിക്കട. അവിടെയുള്ള ആളുകൾക്ക് പുട്ടും കടലയുമാണ് ഇഷ്ടം. അവിടെ ഞാൻ പൂരിയും മസാലയും വിളമ്പിക്കൊണ്ടിരുന്നാൽ കട അടച്ച് പൂട്ടേണ്ടി വരും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. കേരളത്തിലെ സോഷ്യൽ മീഡിയ ആസ്വാദ്യകർക്ക്, ഉപഭോക്താക്കൾക്ക് എന്താണോ വേണ്ടത് അതവർ വിളമ്പി തന്നു. അതിനവരെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയാകുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ എന്ന് സാക്ഷ്യം ഭരിച്ചിരിക്കുന്ന ഒരു ജനതയുടെ മധ്യത്തിൽ ഒരു യൂട്യൂബറായി കഴിയേണ്ട ഗതികേടിൽ ഒരു യുവതി ഇപ്രകാരം ചെയ്തു. അതിൻ്റെ പരിണത ഫലം അവർ വിഭാവന ഇതിനപ്പുറത്ത് കൈവിട്ടു പോയി. അതൊരു ജീവൻ ഒടുക്കി. അത് അതിദാരുണമാണ്, സംശയമില്ല, ഉടനെ സമ്മതിക്കും. പക്ഷേ അവർ ചെയ്തത് ഇംഗ്ലീഷിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയും, ഇക്കണോമിക്സ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നിങ്ങൾ എന്താണോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ഏത് ആസ്വദിക്കാനാണോ ഇങ്ങനെ വെള്ളമൂറി കാത്തിരിക്കുന്നത്, അത് അവർ വിളമ്പി തന്നു. ഇപ്പം ഞാനും ഒരു ചെറിയ യൂട്യൂബ് ചാനൽ പോലല്ല എങ്കിലും നടത്തുന്നുണ്ട്. യൂട്യൂബ് സംഘം എന്നാണ്, കൂട്ടായ്മ എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ഒരു സ്ത്രീ ഇടുമ്പോൾ ഒരു 2 മണിക്കൂറിനുള്ളിൽ 27 ലക്ഷം കാഴ്ചക്കാർ കാണാൻ ക്യൂ നിൽക്കുമ്പോൾ, വളരെ മനോഹരമായ, ഉത്തുംഗമമായ, ആഴമേറിയ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ എത്ര പേര് കാണും? ഇപ്പോൾ എൻ്റെ തന്നെ അനുഭവിച്ച് പറയുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരുകളിനെ പറ്റി ആരും സാധാരണ പറയാത്ത വളരെ ആഴമേറിയ ആശയങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അത് കൂടിപ്പോയാൽ 300 പേര് 400 പേര് കാണും. അതേസമയം
ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലാത്സംഗ കേസിനെ പറ്റി ആദ്യം ചെയ്ത വീഡിയോ 1,15,000 പേര് കണ്ടു. എന്നാൽ അതിനുശേഷം ഞാൻ അതിനെപ്പറ്റി ചിന്തകൾ മാത്രം ഉൾക്കൊള്ളിച്ച് വീഡിയോകൾ ഇടുന്നുണ്ട്. ചിന്തകൾ മാത്രം, സംഭവത്തെപ്പറ്റി ഒന്നും പറയാതെ ചിന്തകൾ. ആ സംഭവം നമ്മെ ചിന്തിപ്പിക്കേണ്ടത് എന്തിനെ പറ്റിയാണ്. അത് കൂടിപ്പോയാൽ 800 പേര് 1000 പേര് കാണും. ഇതാണ് വ്യത്യാസം. കേരള സമൂഹം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നതിൻ്റെ വളരെ കൃത്യമായ വെളിപ്പെടുത്തലാണ്. അപ്പം ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് ഈ ഷിംജിത എന്ന് പറയുന്ന സ്ത്രീയും നമ്മുടെ തന്നെ സമൂഹത്തിൻ്റെ ഒരു ഇരയാണ്. ദീപക് നമ്മുടെ സമൂഹത്തിൻ്റെ ഇരയായ ഷിംജിത എന്ന് പറയുന്ന പെണ്ണിൻ്റെ ഇരയാണ്. ഇരയും ഇരയുടെ ഇരയും അതാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. ഇരയും ഇരയുടെ ഇരയും ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. അല്ല ചുമ്മാ കിടന്ന് കുരച്ചത് കൊണ്ടാകത്തില്ല. നമ്മുടെ അവസ്ഥ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്, അത് ആർക്കും തിരിച്ചറിയണ്ട. ശബ്ദം ഉണ്ടാക്കി, കോലാഹലം ഉണ്ടാക്കി, വീണ്ടും ശങ്കരൻ തെങ്ങേല്, പട്ടിയുടെ പാല്, പഴയ സ്വഭാവം, വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു ദിവസം 2 ദിവസം അത് എൻ്റർടൈൻമെൻ്റ് ആണ്. എത്ര പേര് ചത്തു, എത്ര പേര് അപമാനിതരായി, എത്ര പേര് നരകയാതന അനുഭവിക്കുന്നു, നമുക്ക് പ്രശ്നമല്ല. മനുഷ്യന്റെ അധപ്പതനം നമ്മുടെ ആസ്വാദ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവായി നാം സ്വീകരിക്കുമെങ്കിൽ നാം ലോകത്തിലേക്കും നശിച്ച, നാണം കെട്ട, ചീഞ്ഞു നാറിയ ഒരു വർഗമാണ് എന്ന നഗ്നമായ യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള ഒരു ആഹ്വാനം ഈ സംഭവത്തിലുണ്ട് എന്ന് നിങ്ങളുടെ ഏവരുടെയും മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാം. രണ്ടാമത്, ഇങ്ങനെയുള്ള സംഭവങ്ങളെപ്പറ്റി നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഇരട്ടത്താപ്പുണ്ട്. ആ ഇരട്ടത്താപ്പിൻ്റെ ഇരയാണ് ദീപക്. ഇപ്പം ദീപക് ഇങ്ങനെ ആത്മഹത്യ ചെയ്തു അതിനെപ്പറ്റി മുതലക്കണ്ണിന് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആ ആത്മഹത്യ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് ഞാൻ അല്പം ഒന്ന് പരിചയപ്പെടുത്തട്ടെ. നിങ്ങൾ ദയവായി തുറന്ന മനസ്സോടെ ഞാൻ പറയുന്നത് കേൾക്കണം. അപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെ എന്നോട് ഈ യുവാവ് ചെയ്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നു. ഞാൻ ആ വീഡിയോ കണ്ടതാണ്. ഞാനത് കാണുന്നത് ഇന്ന് രാവിലെയാണ്. ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് മനസ്സ് നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് ഞാനത് വീഡിയോ കാണാൻ ശ്രമിച്ചത്. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് ലൈംഗിക പീഡന ചുവയുള്ള എന്തെങ്കിലും ഒരു നിമിഷം നിങ്ങൾക്ക് കാണാൻ കഴിയും? ഒന്നുമേ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം പൊതുരംഗത്ത് വന്നു എന്നതുകൊണ്ട് ലജ്ജ അല്ലെങ്കിൽ നാണക്കേട് അല്ലെങ്കിൽ അപമാനം സഹിക്കാൻ വയ്യാതെ 42 വയസ്സുള്ളൊരു യുവാവ് ഏകനായി രാത്രിയുടെ യാമങ്ങളിൽ അവൻ്റെ ജീവൻ ഒടുക്കിയത് എന്ന് നാം ചിന്തിക്കണം. ചിന്തിച്ചേ മതിയാകും. അത് നമ്മുടെ സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരട്ടത്താപ്പിൻ്റെ ഒരു പരിണിത ഫലമാണ്. നമ്മുടെ സമൂഹം കൂടെയാണ് ദീപകിനെ കൊന്നത് എന്ന് മനസ്സിലാക്കണം. ഈ സ്ത്രീ മാത്രമല്ല, ദീപകിനെ കൊന്നതിൽ ഈ സമൂഹമാകമാനം, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴുള്ള അതിമഹനീയമായ നീതിന്യായ വ്യവസ്ഥതയും കൂടെ അതിനകത്ത് നല്ല സംഭാവന നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇപ്പോൾ ഒരു ലൈംഗിക പീഡനത്തിൻ്റെ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്നേരം തൊട്ട് പറയും അതിജീവിത. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നമുക്ക് അല്പം മൂളയുണ്ടല്ലോ. ഒരു ആരോപണം വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഉടനെ അവൾ അതിജീവിതയാണ്. അതിജീവിത എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞത് 100% ശരിയാണ് എന്ന് കേസിൻ്റെ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സമൂഹം വിധി എഴുതുകയല്ലേ. അതിജീവിതം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവൾക്ക് ഇത് സംഭവിച്ചു, പക്ഷെ അവൾ അതിനെ അതിജീവിച്ചു, ഓവർകം ചെയ്തു എന്നതിൻ്റെ അർത്ഥം. നമ്മളൊരാളെ, ഒരു പരാതിക്കാരിയെ അതിജീവിത എന്ന നാമധേയം ചെയ്യുമ്പോൾ, പേര് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പദവി കൊടുക്കുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? ആരോപണം 100% ശരിയാ, പിന്നെ കോടതിയുടെ ആവശ്യമില്ലല്ലോ. പിന്നെ ആരോപിക്കപ്പെട്ട ആളിനെ തൂക്കിക്കൊന്നാ പറയാം. ഈ പദപ്രയോഗം തെറ്റാണ്, 100% തെറ്റാണ്. നിയമമാണെങ്കിൽ
അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം എന്താണ്? ആരോപിതനായ ഒരു വ്യക്തിയെ അവൻ്റെ കുറ്റം യഥാർത്ഥത്തിൽ ഒരു വിചാരണ പ്രക്രിയയിൽ കൂടെ സംശയാതീതമായി തെളിയിക്കപ്പെടുന്നത് വരെ ഒരു കുറ്റവാളിയായി, ആരോപിതനെ കുറ്റവാളിയായി കാണരുത് എന്നതാണ് അടിസ്ഥാന പ്രമാണം. പക്ഷെ ഈ കാര്യത്തിൽ വരുമ്പോൾ ആർക്കും ഒരു ആരോപണം ഉന്നയിക്കാം. ഉന്നയിക്കുന്ന നിമിഷം മുതൽ അവൾ അതിജീവിതയും ഇയാൾ കുറ്റം ചെയ്തവനുമാണ്. ഇത് തെറ്റാണ്, ഇത് അപകടമാണ്. ഈ ഇരട്ടത്താപ്പ് ഇതിൽ നന്നായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദീപക്കിനെ പോലുള്ളൊരു യുവാവ് അറിയാവുന്നിടത്തോളം ഇതുവരെ വെളിപ്പെട്ടു വന്ന യാഥാർത്ഥ്യങ്ങളുടെ അല്ലെങ്കിൽ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അവൻ വളരെ സൗമ്യനായി അടങ്ങി ഒതുങ്ങി ജീവിച്ച ഒരു വ്യക്തിയാണ്. മിക്കവാറും ഭവനത്തിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. 42 വർഷം ലോകത്തിൽ ജീവിച്ചിട്ടും ആർക്കും അവനെപ്പറ്റി ഒരു പരാതി പറയാനില്ല. പക്ഷെ ആ ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ വസിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അവനിതറിയാം. എന്താണ്? ഇങ്ങനെ ഒരു ആരോപണം സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് എൻ്റെ കുറ്റവിധ തെളിയിക്കപ്പെട്ടിരിക്കും. അത് കോടതി വിചാരണയൊന്നും ചെയ്യണ്ട. എന്നെ സംബന്ധിച്ച് ആ സ്ത്രീ അതിജീവിതയാണ്. ഞാൻ അവളോട് വലിയ അപരാധം ചെയ്തു. അവൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു, എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിജീവിതയാണ്. അതിജീവിതയല്ല, അക്രമിയാണ് വാസ്തവത്തിൽ. അക്രമിയും അതിജീവിതയും നമ്മൾ വ്യത്യാസം അറിയാൻ എത്ര സമൂഹമാണ്. നമ്മൾ കണ്ണപൊട്ടന്മാരാണ്. പക്ഷെ അങ്ങനെ വരുത്തി വെച്ചത് നമ്മുടെ നിയമങ്ങളാണ്. പിന്നെ കേരളത്തിലും ഭാരതത്തിൽ പൊതുവെയുമുള്ള ഒരു വലിയ മണ്ടത്തരം, ഇത് നാവുകൊണ്ട് പറയാൻ കൊള്ളാത്ത മണ്ടത്തരമാണ്. ബുദ്ധി, ഒരു കടുകുമണിയോളം ബുദ്ധിയുള്ള തലച്ചോറുള്ള ഒരുത്തൻ ഇങ്ങനെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു. നമ്മുടെ വിചാരം നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കിയ, കഠിനമാക്കിയ, ശിക്ഷ കൂടുതൽ കൊടുത്താൽ ഈ സമൂഹത്തിൽ പിന്നെ സ്ത്രീകൾ സുരക്ഷിതരാകുമെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം നേരെ മറിച്ചാണ്. ശിക്ഷ കൂട്ടിക്കൊണ്ട് എന്ത് സംഭവിച്ചു? യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും ബലാത്സംഗം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളെ കൊല്ലുകയാണ് ചെയ്യുന്നത്, തെളിവ് നശിപ്പിക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ അവൻ്റെ കാര്യം പോക്കാണ്. അപ്പോൾ ആകെപ്പാടെ അവശേഷിക്കുന്ന മാർഗം എന്താണ്? ബലാത്സംഗം ചെയ്ത ശേഷം തെളിവ് നശിപ്പിക്കാനായി പെൺകുട്ടിയും കൂടെ നശിപ്പിക്കും. ഇതാണ് നമ്മൾ നേടിയെടുത്തത്. പിന്നെ ഈ ഒരു കാര്യം കൂടെ നേടിയെടുത്തു. അതായത് നാണവും മാനവുമുള്ള പുരുഷന്മാർക്ക് ആത്മഹത്യയുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് ഞാൻ ആത്മഹത്യയെ ന്യായീകരിക്കുകയല്ല. ആത്മഹത്യ ഭീരുത്വം മാത്രമാണ്. ഇനിയും ദീപക് എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അവളെ, ഈ പറയുന്ന സ്ത്രീയെ ലൈംഗികമായി ശല്യം ചെയ്തു, ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നില്ലല്ലോ. ഏതായാലും പബ്ലിക് ബസ്സിൽ ബലാത്സംഗം ചെയ്യാനൊക്കത്തില്ലെന്ന് അവർക്കും അറിയാം. അല്ല, ദീപക് അവളെ ബലാത്സംഗം ചെയ്തെന്ന് വെച്ചു, അത് തെളിയിക്കപ്പെട്ടു എന്ന് വെച്ചു. എന്നാലും ആത്മഹത്യ ചെയ്യരുത്. ജീവിതത്തിൽ തെറ്റ് വന്നാൽ അത് തെറ്റാണെന്ന് തിരിച്ചറിയുകയും അത് തിരുത്തി പുതിയൊരു ജീവിതം ആരംഭിക്കാനുള്ള നട്ടെല്ല് പുരുഷനും സ്ത്രീക്കും ഉണ്ടാകണം. അല്ലാതെ ആരോപണം വന്ന ഉടനെ നാണക്കേട് സഹിക്കാൻ വയ്യാതെ അതിന് അതിജീവിക്കാനുള്ള ഏക മാർഗം ആത്മഹത്യയാണ് എന്ന ഒരു നിഗമനത്തിൽ എത്തുന്നത്, അതും ഒരു സമൂഹത്തിൻ്റെ രോഗബാധിതമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഈ സമൂഹം ദീപക് എന്ന് പറയുന്ന യുവാവിനോട് അവൻ്റെ ദാരുണമായ അവസ്ഥയിൽ എന്ത് സഹായഹസ്തമാണ് നീട്ടിയത്? ഈ സമൂഹത്തിൽ നിന്ന് എന്ത് നന്മയാണ് അവനെ പ്രാർത്ഥിക്കാനിടയായത്? അവനുവേണ്ടി ഇന്ന് കരയുന്ന സുഹൃത്തുക്കൾക്ക് പോലും അറിയാൻ വയ്യായിരുന്നു അവൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണ്. അത് ഈ സമൂഹത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെ. എല്ലാവരും ഏകാന്തരാണ്. കാര്യത്തോടടുക്കുമ്പോൾ ആരും കാണത്തില്ല. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മഹനീയമായ സമൂഹമുണ്ടല്ലോ, ഇവിടെ കാര്യത്തോടെടുക്കുമ്പോൾ ഒരു പട്ടിയും പൂച്ചയും നിങ്ങളുടെ കൂടെ ഉണ്ടാകത്തില്ല. അത് ദീപകിൻ്റെ ആത്മഹത്യയിൽ നാം മനസ്സിലാക്കണം. ആത്മഹത്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിഭാവനയിൽ ഏറ്റവും അവസാനമായി മറ്റൊന്നുമില്ലാത്ത അവസ്ഥയിൽ മാത്രം ഉദിക്കുന്ന ഒരു സാധ്യതയാണ്.
ഈ രാജ്യം, ഈ സമൂഹം, ഈ ലോകം തന്നെ എന്നെ കൈവിട്ടു, എനിക്കിനി ഒരു നിലനിൽപ്പുമില്ല എന്ന് ആത്യന്തികമായ ബോധ്യം വരുമ്പോൾ മാത്രമേ അറ്റ കൈക്ക്, പ്രത്യേകിച്ചൊരു 42 വയസ്സുള്ളൊരു യുവാവ് തുനിയത്തുള്ളൂ എന്നാരോടും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഇത് വളരെ വളരെ കാര്യമായി നാം മനസ്സിലാക്കേണ്ടതാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ സങ്കല്പം അനുസരിച്ച് സ്ത്രീക്ക് മാത്രമേ ലജ്ജയുള്ളൂ, പുരുഷന്, അല്ലെങ്കിൽ സ്ത്രീക്ക് മാത്രമേ മാനമുള്ളൂ, പുരുഷന് മാനം വേണ്ട. അപ്പം നമുക്കറിയാം, ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തരുത്, അതിജീവിതയുടെ പടം, ഫോട്ടോ പബ്ലിഷ് ചെയ്യരുത്, ആരോപിതനായ പുരുഷൻ്റെ എല്ലാം പബ്ലിഷ് ചെയ്യാം, അവനെ വേണ്ട മുണ്ട് ഉരിച്ച് നഗ്നനായി നിന്ന് പരസ്യപ്പെടുത്തിക്കും, ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. ആരോപണത്തിൻ്റെ ഘട്ടത്തിൽ സ്ത്രീയും പുരുഷനും ഒരേ തട്ടത്തിലാണ് നിൽക്കുന്നത്. ഒരാൾ കുറ്റം ആരോപിക്കുന്നു, മറ്റൊരാൾ ആരോപിക്കപ്പെടുന്നു. ഇതിൻ്റെ സത്യം എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പുരുഷൻ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവന് യാതൊരു സംരക്ഷണവുമില്ല. അവന് സ്വകാര്യത വേണ്ട, പ്രൈവസി വേണ്ട. സ്ത്രീക്ക് എല്ലാ സംരക്ഷണവും വേണം. അവൾ ചക്കര കട്ടയാണ്, പൊതിഞ്ഞു വെക്കണം. പുരുഷന് അഭിമാനം വേണ്ട, അവന് ലജ്ജയില്ല, അവന് അഭിമാനം വേണ്ട. അവനെ വലിച്ചിട്ട് ചവിട്ടിയോ തൊഴിക്കുകയോ എന്ത് വേണം ചെയ്തു. ഇത് ശരിയല്ല, തൊട്ട് ശരിയല്ല. നിങ്ങൾ ഒരു മനുഷ്യനെ ഇങ്ങനെ തേജോവധം ചെയ്തിട്ട് 1 വർഷം 2 വർഷം കോടതിയിൽ വിചാരണ നടന്ന് അവസാനം കോടതി പറയുകയാണ് ഇവൻ നിരപരാധിയാണ് എന്ന് പറയുമ്പോൾ, ഈ 2 വർഷം നിങ്ങൾ അവൻ്റെ മേൽ നിങ്ങളുടെ അമേദ്യം വാരി എറിഞ്ഞ അതൊക്കെ സഹിച്ച് അവനോട് ആരുത്തരം പറയും? നിങ്ങൾ അവന് എന്ത് നഷ്ടപരിഹാരം കൊടുക്കും? അവൻ അപരാധിയാണോ നിരപരാധിയാണോ എന്നറിയാതെ അവനെ ഇങ്ങനെ ആർക്കും ചവിട്ടി മെതിക്കാനുള്ള കളമാക്കി എറിഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ നീതിന്യായ വ്യവസ്ഥിതിയില്ലേ, അതും ഈ സംഭവത്തിൽ നല്ല ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദീപകിൻ്റെ ആത്മഹത്യ ഒരു നഷ്ടം മാത്രമായി പോകാതിരിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ സംഭവം നമ്മെ അറിയിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യമായ കാഴ്ചപ്പാടിൽ, പ്രത്യേകിച്ച് നിയമപരമായ സമീപനത്തിലും ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വലിയ അനീതിയുണ്ട്. അത് സ്ത്രീയോടുള്ള കരുതൽ എന്ന വിധത്തിൽ അത് തികച്ചും തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല, അത് ഈ സമൂഹത്തിൻ്റെ ക്രൂരതയെ മാത്രം സാധൂകരിക്കാൻ സഹായിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ലൈംഗികമായ ആരോപണം വരും, യാതൊരു സംശയമില്ല, വന്നേ മതിയാകുകയുള്ളൂ. മനുഷ്യരുടെ സ്വഭാവമാണ്, വരും. എന്തുകൊണ്ടാണ് അത് മറ്റുള്ള കുറ്റകൃത്യങ്ങളെ പോലെ കൈകാര്യം ചെയ്യപ്പെടാത്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മാധ്യമത്തിലിട്ട് വിഴുപ്പലക്കാനായിട്ട് നമ്മുടെ സമൂഹവും നമ്മുടെ സംവിധാനങ്ങളും ഏൽപ്പിച്ചു കൊടുക്കും? അത് പൊതുവായ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ലേ? വേറെ വല്ലതിനകത്തുണ്ടോ? ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ആരോപിക്കപ്പെടുന്നു, അതൊരു കുറ്റകൃത്യമാണ്. മറ്റു കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് പോലെ അത് കോടതിയിൽ വിചാരണ നടക്കട്ടെ. അതിനായിട്ട് ഈ വിഴുപ്പലക്കാനായി മാധ്യമങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കരുത്. ഈ രാജ്യത്തുണ്ടാകേണ്ട ഏറ്റവും വലിയ നിയമം, ഇങ്ങനെയുള്ള കേസുകൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാനുള്ള അവകാശം 100% എടുത്ത് മാറ്റിക്കളയണം. കാരണം അത് അനീതിയാണ്, അത് അനീതിയാണ്. അല്ലെങ്കിൽ സ്ത്രീയെയും പുരുഷനെയും ഒന്നുപോലെ ട്രീറ്റ് ചെയ്യണം. കാരണം ഒരു ജഡ്ജ് വിചാരണ ചെയ്ത് ഇതിൻ്റെ സത്യം എന്താണ് എന്ന് ആത്യന്തികമായി കണ്ടുപിടിക്കുന്ന നിമിഷം വരെ പുരുഷൻ ഒരു കുറ്റാരോപിതൻ മാത്രമാണ്, അവൻ കുറ്റക്കാരനല്ല. എങ്കിൽ അവൻ അർഹിക്കുന്ന മനുഷ്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത്.
അപമാനം സഹിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ചീത്തവിളി കേട്ടുകൊണ്ട് ജീവിക്കണമെന്ന ഒരു പുരുഷനെ നിങ്ങൾ നിർബന്ധിക്കരുത്. അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം, യാതൊരു സംശയമില്ല. എന്നാൽ അവൻ നിർദോഷിയാണെങ്കിലോ ആരുത്തരം പറയും? ദീപക്കിൻ്റെ ആത്മഹത്യ ആ യാഥാർത്ഥ്യത്തെ അത്യുച്ഛമായ സ്വരത്തിൽ വിളിച്ചറിയിക്കുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ സമൂഹത്തിൽ സ്ഥിതി എന്ന ഒരു വലിയ തെറ്റിദ്ധാരണയാണ് എല്ലാറ്റിൻ്റെയും പോംവഴി നിയമത്തിലാണ്. സ്ത്രീകളെ ഇവിടെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. അതിന് ഒറ്റ പോംവഴിയുള്ളൂ. എന്താണ്? നിയമം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ചരിത്രം അറിയുന്നവർ ചിരിക്കണം. കാരണം നിയമം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല, വലുതായിട്ടൊന്നും നേടിയിട്ടില്ല. നിയമം കൊണ്ട് ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടായിട്ടില്ല. നിയമം കൊണ്ട് ആകെ സംഭവിക്കുന്നത് കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കാനൊക്കും. പക്ഷെ അതുകൊണ്ട് സ്ത്രീകൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. നീതി കിട്ടി, ഒരു നീതി ആർക്കും കിട്ടുന്നില്ല. ഞാൻ പറയട്ടെ, ഇപ്പം ബലാത്സംഗം, ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ബലാത്സംഗം ചെയ്തു, റേപ്പ് ചെയ്തു എന്ന് വിചാരിക്കും. അവനെ 20 വർഷം കാരാഗ്രഹത്തിൽ അടച്ചിട്ട് സ്ത്രീക്ക് നീതി കിട്ടിയെന്ന് എങ്ങനെ പറയും? അത് സമൂഹം അങ്ങനെ പറഞ്ഞു വെക്കുന്നത് കൊണ്ടല്ലേ. സ്ത്രീയുടെ നീതി എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ ശാരീരികമായ അഖണ്ഡത ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കപ്പെടുക. അതാണ് സ്ത്രീക്ക് വേണ്ട നീതി. അതിന് നമ്മുടെ സമൂഹം തയ്യാറല്ല, ആർക്കും താല്പര്യമില്ല. കാരണം അങ്ങനെ ഒരു ക്രമീകരണം വന്നാൽ അത് പുരുഷന്മാർക്ക് തന്നെ നഷ്ടമാണ്. കാരണം സ്ത്രീക്ക് സംരക്ഷണം വന്നാൽ ഈ എൻ്റർടൈൻമെൻറ്റ് പോയി. ഇത് നമുക്കറിയാം. ഒരു സമൂഹത്തിൽ പോലും എല്ലാ പുരുഷന്മാരെയും ഒരുപോലെയല്ല. നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള, നല്ല പണക്കൊഴുപ്പുള്ള ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് റേപ്പ് ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടുകയില്ല. യാതൊരു സംശയം എനിക്കില്ല കാര്യത്തിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്നും ബാധകമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. എന്നാൽ ഒരു സമൂഹത്തിൽ ഇപ്പോഴുള്ള ചീഞ്ഞു നാറിയ അഭിരുചി അനുസരിച്ച് മനുഷ്യർക്ക് ഏറ്റവും ആസ്വാദ്യകരമായ എൻ്റർടൈൻമെൻറ്റ് അത് മാധ്യമത്തിൽ കൂടി എത്തിച്ചു കൊടുക്കാൻ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യം സഹായിക്കുകയുള്ളൂ. ഇത് സ്ത്രീകൾക്ക് സംരക്ഷണം ഉണ്ടാകുകയില്ല, പുരുഷന്മാർക്ക് അപകടമാണ്. പക്ഷെ അതേസമയം തന്നെ എനിക്ക് ഏറ്റവും ഊന്നലോടുകൂടെ പറയാനുള്ളത്, ഇങ്ങനെയുള്ള സാമൂഹികമായ തകർച്ചകളുടെ തെളിവുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നാം തിരിച്ചറിയേണ്ട കാര്യം നമ്മുടെ സമൂഹം രോഗാതുരമാണ് എന്ന്. ഇതിന് രോഗശാന്തി വരണമെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികളെയും വേണ്ട വിധത്തിൽ പരിശീലിപ്പിക്കുക, എഡ്യൂക്കേറ്റ്. ഒരു സ്ത്രീയെ കണ്ടാൽ പുരുഷനെ ഭ്രാന്ത് പിടിക്കുമെങ്കിൽ, എല്ലാ കടിഞ്ഞാണും പൊട്ടിപ്പോകുമെങ്കിൽ, നിയന്ത്രണം അമ്പായ നശിക്കുമെങ്കിൽ അത് പുരുഷത്വത്തിൻ്റെ തകർച്ചയാണ്. പുരുഷത്വം എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി ഒരു ധാരണ നമ്മുടെ മധ്യത്തിലുണ്ടോ? ഈ ഇത്രയും സംഭവങ്ങൾ നടക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു മീഡിയയിൽ പുരുഷത്വം എന്നാൽ എന്താണ് എന്ന ചോദ്യം ആരെങ്കിലും ഉന്നയിച്ച് കണ്ടിട്ടുണ്ടോ? ഉന്നയിക്കില്ല, ആർക്കും താല്പര്യമില്ല. അത് തന്നെയാണ് പ്രശ്നം. സ്ത്രീ പുരുഷ ബന്ധം എങ്ങനെ ആയിരിക്കണം? അങ്ങനെ അഭികാമ്യമായൊരു സ്ത്രീ പുരുഷ ബന്ധം ഉണ്ടാകണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ എന്താണ്? അതിനുവേണ്ടി ഒരു സമൂഹം എപ്രകാരം തയ്യാറെടുക്കണം? വിദ്യാഭ്യാസത്തിൽ കൂടെയോ മതപരമായ പ്രബോധനത്തിൽ കൂടെയോ സാംസ്കാരികമായ തയ്യാറെടുപ്പിൽ കൂടെയോ എങ്ങനെയാണ് ഈ അഭിലഷണീയമായ അവസ്ഥ പ്രാപിപ്പാൻ നമുക്ക് കഴിയാവുന്നത് എന്നൊരു അന്വേഷണം എവിടെയെങ്കിലും അബദ്ധത്തിൽ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണുകയില്ല. കാരണം ആർക്കും താല്പര്യമില്ല. എന്നിട്ടാണ് അവളെ കല്ലെറിഞ്ഞു കൊല്ലണം, അയ്യോ അവൻ ചത്തുപോയല്ലോ. ഇതൊക്കെ വെറും ആത്മാർത്ഥതയില്ലാത്ത ജൽപ്പനങ്ങളാണ്. ഞാൻ വീണ്ടും പറയുന്നു, ദീപക് ആത്മഹത്യ ചെയ്തതിൽ വളരെ ദുഃഖിക്കുന്നുണ്ടെങ്കിലും അതിനെ വഴിയൊരുക്കിയെന്ന് പറയുന്ന സംഭവം, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരള സമൂഹത്തിനാണ്. കാരണം ആ സ്ത്രീ ചെയ്തത് അവൾ കേരള സമൂഹത്തെ മനസ്സിലാക്കിയ വിധമനുസരിച്ച് ഇവിടെ ആളുകൾ എന്ത് കാണാനാണ് കൊതിച്ചിരിക്കുന്നത്? വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ കേരളത്തിലെ മാന്യന്മാർ എന്ത് കാണാനാണ് കാത്തിരിക്കുന്നത് എന്ന് നന്നേ മനസ്സിലാക്കി. അങ്ങനെ ജനപ്രീതി ആർജിച്ച ഭോജനം അവൾ നന്നേ വിളമ്പി തന്നു. നിങ്ങൾ എല്ലാവരും അത് ആസ്വദിച്ചു.
ദീപക് ആത്മഹത്യ ചെയ്യുന്ന നിമിഷം വരെ അത് കേരളത്തിലെ എല്ലാ മഹാന്മാരും നന്നേ ആസ്വദിച്ച ഒരു അമൃതത്താണത്, അല്ലയോ? എത്രയോ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു, എത്രയോ ലക്ഷം. നല്ല ആശയമുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണുന്നു? കാണില്ല. എന്നിട്ടാണ് പറയുന്നത് അയ്യോ അത് ചെയ്തു ഇത് ചെയ്തു. നമ്മുടെ ഉള്ളിലാണ് ഈ വിഷം, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഈ വിഷം, ഈ അന്ധകാരം. അത് തിരിച്ചറിഞ്ഞാൽ മതിയാകുകയുള്ളൂ. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ദയവായി ക്ഷമിക്കുക, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്. മാപ്പ് മാപ്പ് മാപ്പ്.